ഈ ഗവൺമെൻറ് ഓരോരുത്തരോടും ചെയ്യുന്നതും ഈ ഭിന്നിപ്പിക്കലൊന്നും ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഹിന്ദു വേദത്തിലും വേദഗ്രന്ഥങ്ങളിലും ഏകയേവ 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകം സത് വിപ്ര ബഹുദാ വദന്തി. ഇസ്ലാമിലാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അള്ളാഹു ഏകനാകുന്നു, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവൻ ജനിച്ചിട്ടില്ല, അവൻ ആരുടെയും പുത്രനല്ല, പിതാവുമല്ല. ഇസ്രായേലെ കേൾക്കാൻ, നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നതാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ആ ഏകനായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നാണ്. മഹാത്മാഗാന്ധി നല്ല ഹിന്ദു ആയിരുന്നു. ഹാസ് ബീൻ കിൽഡ്, ഷോട്ട് ഡെഡ് ബൈ ഗോഡ്സെ. ആ ഗോഡ്സെ ഹിന്ദു ആണ്. ആ ഹിന്ദുവായ ഗോഡ്സെ എങ്ങനെയാണ് ഹിന്ദുവായ മഹാത്മാഗാന്ധിയെ കൊന്നത്? അപ്പോൾ അതിൽ ഏതാണ് ഹിന്ദു? ഗോഡ്സെ പ്രതിനിധാനം ചെയ്യുന്നത് ഹിന്ദുത്വയാണ്. അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനാണ്. ഇതൊന്നും ഹിന്ദുമതം ഇങ്ങനെയൊന്നും അല്ല. ഈ ഗവൺമെൻറ് പെരുമാറുന്നതല്ല ഹിന്ദുമതം എന്ന് ഹിന്ദുക്കൾക്കും അറിയാം, ഈ നാട്ടിൽ ഇതര മതസ്ഥർക്കും അറിയാം. അവരെയാണ് വഴി തെറ്റിക്കാൻ സാധിക്കുക. അവർ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ഇതാണ് ഹിന്ദുമതം എന്ന് തോന്നിപ്പിക്കുകയാണ്, ഇതാണ് ഇസ്ലാം മതം തോന്നിപ്പിക്കുകയാണ്. നുണപ്രചരണങ്ങൾ വ്യാപകമായി നടത്തുകയാണ്. ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ അവർ വിശ്വാസ പ്രമാണങ്ങളെ ബഹുമാനിക്കുകയും അതേസമയം ഇസ്ലാം മത വിശ്വാസിയായി പൂർണ്ണമായും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റി എന്താണ്, യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണ്, യഥാർത്ഥത്തിലുള്ള ഹൈന്ദവത എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആരും കലഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അറിവില്ലാത്തവരെയാണ് തങ്ങളുടെ വിഹാര മേഖലയായിട്ട് ഈ BJP ഗവൺമെൻറ് കയ്യിലെടുത്തിട്ടുള്ളത്. ഇന്ത്യയെ വികസിപ്പിക്കുക, ഇന്ത്യൻ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം, ഭവനം, സുരക്ഷിതത്വം ഇത് ലഭ്യമാക്കുക എന്നത് ആയിരിക്കണം ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. വിമാനത്താവളങ്ങളും പോർട്ടുകളും തുറമുഖങ്ങളും വ്യവസായശാലകളും ഗതാഗത സൗകര്യങ്ങളും അങ്ങനെയുള്ള വികസന കാര്യങ്ങൾ എത്ര വന്നാലും അത് നല്ല കാര്യമാണ്. പക്ഷേ ആ വികസനത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള ഭരണത്തിന് പകരം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള വഴിക്കിത് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായൊരു കാര്യം. 2014 ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 19 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാമതും അധികാരത്തിൽ വന്ന് ഇപ്പോൾ മൂന്നാം തവണ 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും മുന്നണിയായി ഭരിക്കേണ്ട ഒരു സാഹചര്യം, ഒട്ടും മനസ്സോടെയാണ് അവർ ഈ രണ്ട് വിഭാഗത്തെ ഒപ്പം നിർത്തിയിട്ട് വേറെ രണ്ട് പാർട്ടികളെ കൂട്ടി ഭരിക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. ആ പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയപരിപാടികളിൽ പുതിയതല്ല. അവരത് നടപ്പിലാക്കുന്നതിനുള്ള അവസരം കാത്ത് സുമാർ 100 വർഷമെങ്കിലും കാത്തിരുന്നവരാണ്. അതിനുശേഷം ഈ അവസരത്തിൽ ഇന്ത്യയെ ആകെ മാറ്റിമറിക്കാനും പുതുക്കി പണിയാനും നമ്മുടെ ചിന്താധാരകളിൽ മാറ്റം വരുത്താനും നമ്മളെ ഭരണഘടന മാറ്റാനും എല്ലാ ഉദ്ദേശങ്ങളും അവരുടെ മനസ്സിലുള്ള ഇറ്റ്സ് എ പ്രോജക്റ്റ്. അത് എത്രയോ കാലമായി പിന്തുടരുന്നൊരു പ്രോജക്റ്റാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ പ്രയോജനപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കേണ്ടതാണ്. അതിനെ ശക്തമായി എതിർക്കുവാൻ ഇപ്പോൾ വാസ്തവത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്. ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ അവർ വിശ്വാസ പ്രമാണങ്ങളെ ബഹുമാനിക്കുകയും അതേസമയം ഇസ്ലാം മത വിശ്വാസിയായി പൂർണ്ണമായും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഈ ഏകദൈവ വിശ്വാസിയായി മുസൽമാനായിരിക്കുമ്പോഴും ക്രൈസ്തവരെയും ഹൈന്ദവരെയും പാഴ്സികളെയും സിഖുകാരെയും ഒക്കെ ബഹുമാനിക്കേണ്ടതും അവരുടെ ആരാധനാലയങ്ങളെ ബഹുമാനിക്കേണ്ടതും ഒക്കെ മറ്റുള്ളവരുടെ കടമയാണ്. ആ അർത്ഥത്തിൽ എല്ലാവരും ഒന്നാണ്, തുല്യനീതിയാണ്. എല്ലാവരും ഒരേ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരേ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. അവർ വ്യത്യസ്തരായിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഇവിടെ ഉയർന്നു വന്ന വേദഗ്രന്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും എല്ലാ വിഭാഗക്കാരും പല വിഭാഗക്കാരും സ്വീകരിച്ചു. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പ്രവാചകന്മാരും മഹർഷിവര്യന്മാരൊക്കെ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിലെ ഭാഷയും ആ കാലഘട്ടത്തിലെ സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പ്രചരിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ആ ജനവിഭാഗത്തിനോടാണ് അന്ന് അപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങളെ കൂടി പരിരക്ഷിക്കുന്നതായിട്ട് വലിയ മഹത്തായ കാര്യങ്ങൾ ദൈവം ജനങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ്
അതെല്ലാം തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. അതൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കില്ല, ബോധപൂർവം മനുഷ്യരെ ഭിന്നിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാരൻ്റെ സെയിം ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കുക, ക്രൈസ്തവരെയും ഒക്കെ തമ്മിലടുപ്പിക്കുക, ഇങ്ങനെ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവർ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ വിനാശകരമാണ്, ഇന്ത്യയുടെ നാശത്തിന് കാരണമായി തീരുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ഗവൺമെൻറ് ഇപ്പോൾ ശ്രമിക്കുന്നതെല്ലാം അത്തരത്തിലാണ്. പല നിയമങ്ങളും ഭേദഗതി, അവരെല്ലാ നിയമങ്ങളും, നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടനയും ഒക്കെ ഭേദഗതി ചെയ്യണം, ഇന്ത്യയെ വേറൊരടിത്തറയിൽ പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയാണ് ഹിന്ദുത്വ എന്നൊരു വലിയ സ്ലോഗൻ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഹിന്ദുത്വ ആൻഡ് ഹിന്ദു ആർ ഡിഫറെൻറ്റ്. ഹിന്ദു വേറെയാണ്, ഹിന്ദുത്വ വേറെയാണ്. ഹിന്ദു ഇപ്പോൾ ഉദാഹരണമായിട്ട് മഹാത്മാഗാന്ധി ഹിന്ദുവാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ഹിന്ദു ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗോഡ്സെയാണ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഗോഡ്സെ, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ഹിന്ദു ആയിരുന്നു, വെടികൊണ്ട ഗാന്ധി ഹിന്ദു ആയിരുന്നു. ഇതിലേതാണ് നിങ്ങളുടെ ഹിന്ദു എന്നാണ് എൻ്റെ ചോദ്യം. മഹാത്മാഗാന്ധി നല്ല ഹിന്ദു ആയിരുന്നു. ഹി ഹാസ് ബീൻ കിൽഡ്, ഷോട്ട് ഡെഡ് ബൈ ഗോഡ്സെ. ആ ഗോഡ്സെ ഹിന്ദു ആണ്. ആ ഹിന്ദുവായ ഗോഡ്സെ എങ്ങനെയാണ് ഹിന്ദുവായ മഹാത്മാഗാന്ധിയെ കൊന്നത്? അപ്പോൾ അതിലേതാണ് ഹിന്ദു എന്ന് നോക്കിയാൽ മഹാത്മാഗാന്ധിയുടെ ഹിന്ദുവാണ് ഹിന്ദു എന്ന് നമ്മൾ കരുതും. അതുപോലെ ഗോഡ്സെ പ്രതിനിധാനം ചെയ്യുന്നത് ഹിന്ദുത്വയാണ്. അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനാണ്. ഇതൊന്നും ഹിന്ദുമതം ഇങ്ങനെയൊന്നും അല്ല. ഈ ഗവൺമെൻറ് പെരുമാറുന്നതല്ല ഹിന്ദുമതം എന്ന് ഹിന്ദുക്കൾക്കും അറിയാം, ഈ നാട്ടിലെ ഇതര മതസ്ഥർക്കും അറിയാം. ഈ ഗവൺമെൻറ് ഓരോരുത്തരോടും ചെയ്യുന്നതും ഈ ഭിന്നിപ്പിക്കലൊന്നും ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഹിന്ദു വേദത്തിലും വേദഗ്രന്ഥങ്ങളിലും ഏകയേവ 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടില്ലാത്ത വിധം ഒന്നാണ്, മൂന്നില്ലാത്ത വിധം ഒന്നാണ്, അങ്ങനെ 10 ഇല്ലാത്ത വിധം ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകം സത് വിപ്ര ബഹുദാ വദന്തി. സത്യം ഒന്നു മാത്രമേ ഉള്ളൂ, ആചാര്യന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു. ഇസ്ലാമിലാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അള്ളാഹു ഏകനാകുന്നു, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവൻ ജനിച്ചിട്ടില്ല, അവൻ ആരുടെയും പുത്രനല്ല, പിതാവുമല്ല, അവനെപ്പോലെ ആരും ഇല്ല എന്നാണ് മുസ്ലിങ്ങൾ കരുതുന്നത്. അപ്പോൾ ഏക. അതുപോലെ ജീസസ് ക്രൈസ്റ്റ് മാർക്കോസിൻ്റെ 12-ാം അധ്യായത്തിൽ 29, 30, 31 പറയുന്നത്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നതാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ആ ഏകനായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നാണ്. അപ്പോൾ അവിടെയും ജീസസ് ക്രൈസ്റ്റും പറയുന്നത് ഏകത്വമാണ്. ആ ഏകനായ ദൈവത്തിൻ്റെ പുത്രനാകും, അല്ല ഇപ്പം ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് കലഹിക്കുന്നത്? കൂടെയെല്ലാം പിറക്കുന്ന നേരത്തും കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതിന് നാം വൃഥാ എന്ന് പൂന്താന ജ്ഞാനപ്പാനെ ചോദിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ജനിക്കുകയും ഒറ്റയ്ക്ക് മരിക്കുകയും ചെയ്ത മനുഷ്യർ ഇടവേളകളിൽ കണ്ടുമുട്ടുമ്പോൾ എന്തിനാണ് പരസ്പരം കലഹിക്കുന്നത്? എല്ലാ സിദ്ധാന്തങ്ങളും അങ്ങനെയാണ്, കലഹിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രമണ മഹർഷിയോട് പണ്ട് ആരാണ്ട് രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ കുട്ടികളോട് ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, കുട്ടികളെ എപ്പോഴാണ് നേരം വിളിക്കുന്നത്? അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, കിഴക്കൻ ചക്രവാളത്തിൽ ചുവപ്പ് വളരുമ്പോൾ നേരം പുറത്തു. അപ്പോൾ അവനോട് പറഞ്ഞു, നീ തെറ്റാണ് പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. അടുത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ അടുത്ത കുട്ടി പറഞ്ഞു, നമുക്ക് വൃക്ഷങ്ങളും പക്ഷികളൊക്കെ വേർതിരിച്ചറിയാൻ സാധിക്കുമ്പോൾ, പുറത്തേക്ക് നോക്കി അങ്ങനെ സാധിക്കുമ്പോൾ നേരം വെളുത്തു. അപ്പോൾ മഹർഷി പറഞ്ഞത്, നിങ്ങളും ആ കുട്ടിയോടും പറഞ്ഞു തെറ്റാണെന്ന്. അപ്പം ആ കുട്ടികൾ പറഞ്ഞു എങ്കിൽ ഇനി ഗുരു പറയാം. അപ്പോൾ ഗുരു പറഞ്ഞു, എന്താ പറഞ്ഞത്? കുട്ടികളെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു പുരുഷനെ കണ്ടാൽ അത് നിങ്ങളുടെ സഹോദരനാണെന്നും ഒരു സ്ത്രീയെ കണ്ടാൽ നിങ്ങളുടെ സഹോദരിയാണെന്നും എപ്പോൾ ബോധ്യപ്പെടുന്നുവോ അപ്പോഴാണ് നേരം വെളുക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് നേരം വെളുത്തോ ഇല്ലെന്നാണ് പ്രശ്നം. അതുപോലെ വിശ്വാസികൾക്ക് തന്നെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, വിശ്വാസികൾ കൂട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ വിശ്വാസികൾ ധാരാളം ഉണ്ടാവും, പക്ഷേ മതവിശ്വാസികൾ അധികം ഉണ്ടാകും, പക്ഷേ ദൈവവിശ്വാസികൾ കുറവായിരിക്കും. കാരണം യഥാർത്ഥത്തിൽ അവനവൻ്റെ വേദഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുന്നവർ കുറവായിരിക്കും. അപ്പോൾ ഹൈന്ദവ സഹോദരന്മാർക്ക് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇതിഹാസ പുരാണങ്ങൾ, അതുപോലെ മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ഇങ്ങനെയുള്ളതെല്ലാം അവർക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ജനറലായിട്ടുള്ളൊരു ആരാധന രീതി മാത്രമേ മനസ്സിലാക്കണം. മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഖുർആനെ പറ്റി ധാരണകൾ ഉണ്ടാവില്ല. പൂർണ്ണമായി ഖുർആൻ മനസ്സിലാക്കിയവരോ പഠിച്ചവരോ അതിൻ്റെ അർത്ഥം അന്തസത്തയുമൊക്കെ മനസ്സിലാക്കിയവരോ ആയിരിക്കണം എന്നില്ല. അതുപോലെ ക്രൈസ്തവരിലും അവർക്ക് 10-66 പുസ്തകങ്ങളുണ്ട്. ബൈബിളിൻ്റെ പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്,
ഈ 10-26 പുസ്തകങ്ങളുണ്ട്, അതെല്ലാം അങ്ങനെ പഠിച്ചവരായിരിക്കില്ല, എല്ലാം പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റി എന്താണ്, യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണ്, യഥാർത്ഥത്തിലുള്ള ഹൈന്ദവത എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആരും കലഹിക്കും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അറിവില്ലാത്തവരെയാണ് തങ്ങളുടെ വിഹാര മേഖലയായിട്ട് ഈ BJP ഗവൺമെൻറ് കയ്യിലെടുത്തിട്ടുള്ളത്. അവരെയാണ് വഴി തെറ്റിക്കാൻ സാധിക്കുക. അവർ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ഇതാണ് ഹിന്ദുമതം എന്ന് തോന്നിപ്പിക്കുകയാണ്, ഇതാണ് ഇസ്ലാം മതം തോന്നിപ്പിക്കുകയാണ്. നുണപ്രചരണങ്ങൾ വ്യാപകമായി നടത്തുകയാണ്. അങ്ങനെ ആളുകളെ തമ്മിലടിപ്പിച്ച് അത് രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അതിൽ ദളിതരും പിന്നാക്കക്കാരും ഒക്കെ ഉണ്ട്. ആ ഭൂരിപക്ഷത്തെ മുഴുവൻ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അവരുടെ വോട്ട് വാങ്ങി ജയിച്ചു കളയാം, ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി കളയാം എന്നാണ് ഇവരുടെ ഒരു ധാരണ. അതാണ് പോളിറ്റിക്സ്. അവരുടെ മിനിമം പോളിറ്റിക്സ് അതാണ്. ഭിന്നിപ്പിക്കലാണ്, വർഗീയതയാണ്, വംശീയതയാണ്, പക്ഷപാതമാണ്, മനുഷ്യരെ എല്ലാം ഒരുപോലെ കാണാതിരിക്കലാണ് പിന്നെ അവരുടെ ഒരു പോളിറ്റിക്സ്. ആ പോളിറ്റിക്സ് ജയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിറ്റിക്സാണ്. അത് മതത്തിന് വേണ്ടിയുള്ളതല്ല, ദൈവത്തിന് വേണ്ടിയുള്ളതല്ല, ഹിന്ദു മതമല്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നാൽ മതി. അതിപ്പോൾ കേരളത്തിലും അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഏറെക്കുറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ 5 വർഷങ്ങൾ അന്നും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഊഴം കഴിഞ്ഞ് മൂന്നാമത്തെ ഊഴം വന്നപ്പോൾ ഭൂരിപക്ഷം ഇല്ലെങ്കിലും അവരുടെ തീരുമാനപ്രകാരം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. അവരതിൽ നിന്ന് മാറി വേണമെങ്കിൽ അവർക്ക് ഭരിക്കാലോ. എങ്ങനെ ഭരിക്കണം? ഈ ഭിന്നത ഇല്ലാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ആവശ്യമായതെല്ലാം നൽകുന്ന ഒരു ഗവൺമെൻറ്റായിട്ട് മാറാൻ അവർക്ക് സാധിക്കണ്ടേ? അതിനവർ സാധിക്കുന്നില്ല. മാത്രമല്ല, സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അവരുടെ ലക്ഷ്യം ഇന്ത്യക്കാരെ മുഴുവൻ നന്നാക്കലല്ല, ഇന്ത്യൻ ജനതയെ മുഴുവൻ സഹായിക്കലല്ല, അവർക്ക് നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കലല്ല. ആ ലക്ഷ്യം വളരെ തെറ്റായ ഒരു ലക്ഷ്യമായതുകൊണ്ട്, മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് അത് സമാധാനത്തിൻ്റെ മാർഗത്തിൽ വരാനുള്ള സാധ്യത കുറവാണ്. പൊതുവായി എല്ലാ വിഭാഗം ഇന്ത്യക്കാരുടെയും വികസനവും മെച്ചപ്പെട്ട ജീവിതവും ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ അതല്ലാത്തൊരു വഴിക്കാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.